അന്ന് രാത്രി ഏറെ വൈകിയാണ് മാധവ് വീട്ടിലേക്ക് പുറപ്പെട്ടത്. ബിസിനസ്സിൽ പുതിയ ഡീൽ ലഭിച്ചതിന്റെ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ ഇത്തിരി വൈകി. നന്നായി കുടിച്ചതുകൊണ്ട് തന്നെ പതുക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. റോഡെല്ലാം വിജനമാണ്. ആ സമയത്താണ് ഒരു പെൺകുട്ടി വണ്ടിയുടെ മുന്നിലേക്ക് വന്നു വീണത്. പെട്ടെന്നായതുകൊണ്ട് വളരെ വേഗത്തിൽ അവൻ ബ്രേക്ക് ചവിട്ടി. "നിനക്ക് ചാടിച്ചാകാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ?" അവൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു. "രക്ഷിക്കണം സാർ, കുറേ പേർ എൻ്റെ പിറകെയുണ്ട്." അപ്പോഴാണ് മാധവ് പിന്നിലേക്ക് നോക്കിയത്. കുറച്ചു പേർ ദൂരെ നിൽക്കുന്നു. താൻ കണ്ടു എന്ന് വ്യക്തമായതും തിരിഞ്ഞോടുന്നുണ്ട്. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം അവൻ അവളെ കാറിൽ കയറ്റി. മതിലകം എന്നെഴുതിയ വലിയ ഗേറ്റ് കടന്ന് ആ കാർ കൊട്ടാര സമാനമായ ആ വീട്ടിലേക്ക് കയറി. "ഇറങ്ങ്." ഭയത്തോടെ അവൾ കാറിൽ നിന്നും ഇറങ്ങി. അവളുടെ മുഖത്തുള്ള ഭയം കണ്ട അവൻ അവളോട് പറഞ്ഞു, "പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. അത്രയ്ക്ക് തരം താഴ്ന്ന ഒരാളല്ല ഞാൻ. വാ." അവൻ അവളെ അകത്തേക്ക് കൂട്ടി. "ദാ ആ കാണുന്ന മുറി ഉപയോഗിച്ചോളൂ. ഒന്ന് ഫ്രഷ് ആയിക്കോളൂ." അവളൊന്ന് തലയാട്ടി മുറിയിലേക്ക് പോയി. ഫ്രഷായി വന്ന അവൾക്ക് അവൻ ഭക്ഷണം എടുത്തു കൊടുത്തു. അവൾ ചുറ്റും നോക്കി. "നോക്കണ്ട, ഇവിടെ ആരുമില്ല. ഞാനൊരു അനാഥനാണ്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു. 4 വർഷം മുൻപ് അമ്മയും. ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ അപ്പുറത്തുള്ള ലക്ഷ്മിയമ്മ വരും. ഇന്ന് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ കഴിച്ചു. താൻ കഴിച്ചു കിടന്നോളൂ, നാളെ സംസാരിക്കാം." അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. അവനെ ഒന്ന് നോക്കി അവൾ ഭക്ഷണം കഴിച്ചു. പിന്നീട് റൂമിലേക്ക് പോയി. വല്ലാത്ത ഒരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അവൾക്കവിടെ. രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റവൾ ഫ്രഷായി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെയുള്ള സാധനങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അവൾ ചായയും പലഹാരവും ഉണ്ടാക്കി. അപ്പോഴാണ് മാധവ് അങ്ങോട്ടേക്ക് വന്നത്. "സോറി സാർ, വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ്." ഒരു പരുങ്ങലോടെ അവൾ ചായ അവന് കൊടുത്തു. "തൻ്റെ പേരെന്താ?" "പാർവതി. വീട് പാലക്കാട്. അവിടെ മുത്തശ്ശി മാത്രമാണ് എനിക്കുള്ളത്." "മുത്തശ്ശി എൻ്റെ സ്വന്തമല്ല. എന്നെ അവർക്കൊരു അമ്പലത്തിൽ നിന്നും കിട്ടിയതാ. കഴിഞ്ഞ മാസം മുത്തശ്ശി മരിച്ചു. ഒറ്റയ്ക്ക് പറ്റാതായപ്പോൾ കൂടെ പഠിച്ച കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് വന്നതാ. അന്വേഷിച്ചപ്പോൾ അവർ വിദേശത്തേക്ക് പോയെന്ന് അറിഞ്ഞത്. എങ്ങോട്ട് പോവും എന്നറിയാതെ നിന്നപ്പോഴാണ് അങ്ങനെയൊക്കെ." അവനൊന്ന് മൂളി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയമ്മ വന്നു. മാധവ് അവളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവൻ ഓഫീസിലേക്ക് ഇറങ്ങി. പാറു ലക്ഷ്മിയമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. അവർക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. "മാധവ് മോൻ പാവമാണ്. മോളെ ഒരിക്കലും കൈവിടില്ല." അവർ പറഞ്ഞപ്പോൾ പാർവതിക്ക് ആശ്വാസമായി. വൈകുന്നേരം ലക്ഷ്മിയമ്മ പോയപ്പോൾ അവൾ ആ വീട് മുഴുവൻ ചുറ്റി നടന്നു കണ്ടു. സന്ധ്യയ്ക്ക് വീട്ടിൽ വന്ന മാധവ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. വീടിന്റെ ഉമ്മറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കും അതിനരികിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പാർവതിയും. അവനെ കണ്ട അവൾ ഞെട്ടി എഴുന്നേറ്റു. "വേണ്ടടോ, പണ്ട് അമ്മയുള്ളപ്പോൾ ഇങ്ങനെയായിരുന്നു." എന്തോ ഓർമ്മയിൽ അവൻ അകത്തേക്ക് പോയി. ഭക്ഷണം കഴിച്ചപ്പോഴും അത് ലക്ഷ്മിയമ്മ ഉണ്ടാക്കിയതല്ലെന്ന് അവന് മനസ്സിലായി. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന മാധവനെ ഒരു ചിരിയോടെ പാറു നോക്കി നിന്നു. "സാർ." അവൾ അവനെ വിളിച്ചു. "എന്താ പാർവതി?" "അത് എനിക്കെന്തെങ്കിലും ജോലി?" അവൾ ചോദിച്ചു. "തൽക്കാലം പാർവതി ഇവിടെ നിൽക്കൂ. ജോലി ശരിയായാൽ ഞാൻ പറയാം." അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ആ വീടിന്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു. അവളുടെ നിഷ്കളങ്കത അവളുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിരുന്നു. മാധവന് ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നേരത്തെ വീട്ടിലെത്താനും മദ്യപാനം കുറയ്ക്കാനും കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരാൾ മതിലകത്തേക്ക് വന്നു. അത് പാറുവിൻ്റെ കൂട്ടുകാരി വീണയായിരുന്നു. ലക്ഷ്മിയമ്മ വഴിയാണ് പാറു ഇവിടെയുള്ളത് അറിഞ്ഞതെന്ന് അറിഞ്ഞപ്പോൾ പാറുവിന് ഒരുപാട് സന്തോഷമായി. "പാറു, മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കൂടെ നീയും വരണം. നിനക്ക് ഒരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം." പെട്ടെന്ന് പാറുവിൻ്റെ മനസ്സിൽ മാധവിൻ്റെ മുഖമാണ് വന്നത്. എന്തോ ഒരു പ്രയാസം. വീണ പോയതിന് ശേഷവും പാറു അസ്വസ്ഥയായിരുന്നു. വൈകിട്ട് വീട്ടിൽ വന്ന മാധവനോട് അവൾ കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് വല്ലാതെയായി. അവളോട് പോകണ്ട എന്ന് പറയാൻ തോന്നി. പക്ഷേ അവളെ തടയാൻ അവന് കഴിയില്ലായിരുന്നു. പിറ്റേന്ന് വീണ അവളെ കൂട്ടാൻ വീട്ടിൽ വന്നു. വല്ലാത്ത വേദനയോടെയാണ് പാറു അപ്പോൾ നിന്നത്. ലക്ഷ്മി അമ്മയോട് യാത്ര ചോദിച്ച അവൾ മാധവന്റെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മാധവന്റെ അരികിലേക്ക് അവൾ ചെന്നു. "സാർ." അവൻ തിരിഞ്ഞു നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. "ഞാൻ ഇറങ്ങട്ടെ?" അവൾ ചോദിച്ചു. ഒരു മൂളൽ മാത്രമായിരുന്നു അവൻ്റെ മറുപടി. പാറുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് സുരക്ഷിതത്വം കിട്ടിയത് ഇവിടെ നിന്നാണ്. മാധവിൽ നിന്ന് അകലുന്ന നിമിഷം താൻ വീണ്ടും ഒറ്റപ്പെടുന്ന പോലെ. എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു. എന്നാൽ വാതിലിനരികിലെത്തിയ അവൾ തിരിഞ്ഞു നിന്ന് അവനോട് ചോദിച്ചു. "ഞാൻ പോയാൽ ആരാ വിളക്ക് കൊളുത്തുക?" "ആരുമില്ല." അവൻ പറഞ്ഞു. "അപ്പോ ഇനി മുതൽ നേരത്തെ വരില്ലേ ഇങ്ങോട്ട്?" "എന്തിന്? ഇവിടെ തനിച്ചിരിക്കാനോ?" അവനും ചോദിച്ചു. "അപ്പോ എന്നോട് പോവണ്ട പറഞ്ഞൂടെ?" ഒരു നിമിഷം അവൻ ഞെട്ടി. "ഞാൻ പറഞ്ഞാൽ നീ പോവാതിരിക്കോ?" "ഉറപ്പായിട്ടും." ജീവിതകാലം മുഴുവൻ. അവൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. "ശ്വാസം മുട്ടുമായിരുന്നു പെണ്ണെ, ഇത്രയും നേരം. പോവല്ലേടി?" പാറു അവനെ കെട്ടിപ്പിടിച്ചു. "പോവില്ല, എങ്ങോട്ടും." അവൾ പറഞ്ഞു.
കുറച്ചു സമയം കഴിഞ്ഞ് രണ്ടുപേരും താഴേക്ക് വന്നു. വീണയോട് മാധവാണ് സംസാരിച്ചത്. ഇവളിനി മിസ്സിസ് മാധവായി ഇവിടെ കാണും എന്ന് പറഞ്ഞപ്പോൾ വീണയ്ക്കും സന്തോഷമായി. അവൾ യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. മാധവ് പാറുവിനെ ചേർത്തു നിർത്തി. അവൻ അകത്തേക്ക് നടന്നു. ഇനി പാറു മാധവന് സ്വന്തം. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ശുഭം. ഈ കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.